ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളാണ്, ഡിജിറ്റലിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂള് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഡിജിറ്റലിലെ കോമ്പിനേഷണൽ സർക്യൂട്ട്സും അതുപോലെ വ്യത്യസ്ത തരം ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളുന്നത്. കൂടാതെ മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഇത്ര സർക്യൂട്ടുകൾ എന്താണ് കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ, അവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൊഡ്യൂൾ തുടങ്ങുമ്പോൾ നമുക്ക് ബൂളിയൻ ആൽജിബ്ര എന്നുള്ളൊരു ടേമുണ്ട്. എന്താണ് ബൂളിയൻ ആൽജിബ്ര എന്നും അതിലെ കുറച്ച് നിയമങ്ങൾ, ലോസ്, തിയറംസൊക്കെ ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. തുടർന്ന് നമ്മുടെ ഓരോ സർക്യൂട്ടുകൾ, കോമ്പിനേഷൻ സർക്യൂട്ടുകൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ബൂളിയൻ ആൽജിബ്ര? Boolean algebra is a set of rules, laws and theorems by which logical operations can be expressed mathematically. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർണയിച്ചിരിക്കുന്ന ചില നിയമങ്ങൾ, റൂൾസ്, ലോസ് ഒക്കെ ഉണ്ട്, തിയറംസ്. അവയുടെ സെറ്റിനെയാണ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് സിംപ്ലിഫൈ ദ ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഡിജിറ്റൽ ലോജിക്കൽ സർക്യൂട്ടിനെ അതിനെ അനലൈസ് ചെയ്യാനും അതുപോലെ സിംപ്ലിഫൈ ചെയ്യാനുമാണ് ഈ ബൂളിയൻ ആൽജിബ്ര ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇറ്റ് യൂസസ് ഓൺലി ടു നമ്പേഴ്സ് 0 and 1. അതായത് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ 0-ൻ്റെയും 1-ൻ്റെയും കോമ്പിനേഷനാണ്. ഇവ രണ്ടും മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. അപ്പോൾ ഇവയെ മാത്തമാറ്റിക്കലി ഇവയുടെ എക്സ്പ്രഷൻസ് എങ്ങനെ, ഇവയുടെ ഓപ്പറേഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് ഈ ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾസോ കോൾഡ് ബൈനറി ആൽജിബ്ര ഓർ ലോജിക്കൽ ആൽജിബ്ര. ഈ ബൂളിയൻ ആൽജിബ്രയെ ബൈനറി ആൽജിബ്ര എന്നും അല്ലെങ്കിൽ ലോജിക്കൽ ആൽജിബ്ര എന്നും വിളിക്കും. അപ്പോൾ ഈ പേരിലും കൂടെ ഈ ബൂളിയൻ ആൽജിബ്ര അറിയപ്പെടുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ബൂളിയൻ ആൽജിബ്ര എന്ന പേര് വന്നത്? ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ജോർജ് ബൂളി. ബൂക്കിയല്ല, ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ജോർജ് ബൂളി 1854. 1854 ജോർജ് ബൂളി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ബൂളിയൻ ആൽജിബ്ര എന്നുള്ള പേരിൽ, ഇതിൻ്റെ റൂൾസും നിയമങ്ങളൊക്കെ ജോർജ് ബൂളിയാണ് ഇൻവെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ബൂളിയൻ ആൽജിബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫണ്ടമെൻ്റൽ പോസ്റ്റുലസ് ഓഫ് ബൂളിയൻ ആൽജിബ്ര, പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അഡീഷന്, പ്രൊഡക്റ്റീവ്, രണ്ട് തരത്തിലാണ് നിയമങ്ങൾ. അതായത് അഡീഷൻ്റെ കേസിലും അതുപോലെ പ്രൊഡക്റ്റ് അഥവാ മൾട്ടിപ്ലിക്കേഷൻ്റെ ആ രണ്ട് കേസിലും എന്ത് ചെയ്യുന്ന നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റി ലോ ആണ്. എന്താണ് ഐഡൻറ്റിറ്റി ലോ? അപ്പോൾ അഡീഷൻ്റെ കേസിലെ ലോ A+0 = A. എനോട് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ A കിട്ടണം. അതാണ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ലോ. ഇനി അത് പ്രൊഡക്റ്റീവ് ആണെങ്കിൽ A×1 = 1. ഇതാണ് ഐഡൻറ്റിറ്റി ലോ ഓഫ് പ്രൊഡക്റ്റീവ്. ഇനി നെക്സ്റ്റ്, ഈ ലോസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോംപ്ലിമെൻ്റ് ലോ. കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുമ്പോൾ A+A⁻, ഒരു ടേമും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ കൂട്ടിച്ചേർത്താൽ ആൻസർ എന്ത് ചെയ്യും? 1 ലഭിക്കുമെന്നാണ് കോംപ്ലിമെൻ്റ് ലോ പറയുന്നത്. ഇനി അത് പ്രൊഡക്റ്റീവായി വരുമ്പോൾ ആ
ടേമും അതിൻ്റെ കോംപ്ലിമെൻറ്റും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് 0 ആയിട്ട് മാറും. അപ്പോൾ അത് അഡീഷൻ്റെ കേസാണെങ്കിൽ 1ഉം അതേസമയം അത് പ്രൊഡക്റ്റീവ് ആണെങ്കിൽ അത് 0 ആയിട്ട് മാറും. ഇതാണ് കോംപ്ലിമെൻ്റ് ലോ, ഒരു ടേമും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിലുള്ള ഓപ്പറേഷൻസ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് അഡീഷൻ്റെ കേസിൽ പറയുമ്പോൾ എ പ്ലസ് ബി ഇസിക്കൽ ടു ബി പ്ലസ് എ, രണ്ട് ടേമുകൾ തമ്മിൽ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ അത് കമ്മ്യൂട്ടേറ്റീവാണ്, അഥവാ എ പ്ലസ് ബി ഇസിക്കൽ ടു ബി പ്ലസ് എ. അതേസമയം എ ഇൻറ്റു ബി ഇസിക്കൽ ടു ബി ഇൻറ്റു എ, അത് പ്രൊഡക്റ്റിൻ്റെ കേസിൽ ആ രീതിയിലും പറയുന്നു. അപ്പോൾ ഈ 3 ലോസ്. തുടർന്ന് അസോസിയേറ്റീവ് ലോ. അപ്പോൾ ഇവിടെ നോക്കുക, അസോസിയേറ്റീവ് ലോയിൽ അഡീഷൻ്റെ കേസിൽ വരുന്നത് എ പ്ലസ് ബി പ്ലസ് സി, ബി പ്ലസ് ബി ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഈ രീതിയിൽ അതെന്ത് ചെയ്യും, നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ അത് പ്രൊഡക്റ്റീവിൻ്റെ കേസിലാണ് എ ഇൻറ്റു ബി ഇൻറ്റു സി, അല്ലെങ്കിൽ എ ഡോട്ട് ബി ഡോട്ട് സി, അതൊരു ബി ഡോട്ട് സി ബ്രാക്കറ്റിലാണ്, ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി, ഇവിടെ എ ഡോട്ട് ബി ആണ് ബ്രാക്കറ്റിൽ. ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് അസോസിയേറ്റീവ് ലോ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നോക്കുക, എ പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, അതായത് ഈ എയും ഈ ബിയും തമ്മിൽ പ്ലസ് ചെയ്യും, എ പ്ലസ് ബി, പിന്നെ ബി സിയുടെ ഇൻറ്റു, അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് അല്ലെങ്കിൽ ഇൻറ്റു, തുടർന്ന് എ പ്ലസ് സി, എ പ്ലസ് സി. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡീഷൻ്റെ ടേം വരുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റീവ് ടേമും, എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ ഇത്രയും ലോസാണ് ഫണ്ടമെൻ്റലായി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൽ ആൻഡ് ലോസ്, ഓർ ലോസ് എന്ന പേരിൽ 2 ലോയും കൂടെ ഉണ്ട്, ആൻഡ് ലോസ്, ഓർ ലോസ്. അപ്പോൾ ആൻഡ് ലോസിൽ വരുന്നത് എ ഡോട്ട് 0 ഇക്വൽ ടു 0, ഒരു ടേമിനോട് 0 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ടേമിനോട് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിട്ട് മാറുന്നു. ഇനി എ ഇൻറ്റു 1 ആണെങ്കിൽ അത് 1 ആയിട്ടും, തുടർന്ന് എ ഇൻറ്റു എ അതേ ടേം തന്നെയാണെങ്കിൽ അത് എ ഇൻറ്റു എ അല്ലെങ്കിൽ എ ഡോട്ട് എ ഇസിക്കൽ ടു എ. ഇനി ഒരു ടേമിനോട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് 0 ആയിട്ട് മാറുന്നു. അതാണ് ആൻഡ് ലോസ്. ഓർ ലോസ് ആണെങ്കിൽ നോക്കുക, അത് പ്ലസ് ആണ് ചെയ്യേണ്ടത്, എ പ്ലസ് 0 ഇസിക്കൽ ടു എ എന്ന് ലഭിക്കുന്നു, എ പ്ലസ് 1 ഇസിക്കൽ ടു 1. അപ്പോൾ അത് നോക്കേണ്ടത് എ ഇൻറ്റു 1 ഇസിക്കൽ ടു 1, എ പ്ലസ് 1 ഇസിക്കൽ ടു 1, രണ്ടും സെയിം ആണ്. ഇനി എ പ്ലസ് എ ഇസിക്കൽ ടു എ ആണ്, നേരത്തെ എ ഇൻറ്റു എ ആയിരുന്നു, ഇവിടെയും എ പ്ലസ് എ എന്ന് പറഞ്ഞാലും എ തന്നെയാണ്. ഇനി എ പ്ലസ് എ ബാർ അത് ഇസിക്കൽ ടു എന്താണ്, എ പ്ലസ് എ ബാർ ഇസിക്കൽ ടു 0 ആണ്. എ ഇൻറ്റു എ ബാർ ഇസിക്കൽ ടു 0 ആയിരുന്നു, അതുപോലെ ഇവിടെ എ പ്ലസ് എ ഇസിക്കൽ ടു എ ബാർ ഇസിക്കൽ ടു 0. അപ്പോൾ ഇതാണ് ആൻഡ് ലോസ്, ഓർ ലോസ്. ഈ ലോസൊക്കെ ജനറലായിട്ട് അറിയാം. ഇനി എന്താണ് കോമ്പിനേഷണൽ സർക്യൂട്ട്? അപ്പോൾ മെയിനായിട്ട് ഈ മൊഡ്യൂൾ പറയുന്നത് തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്, അതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. അപ്പോൾ എന്താണ് അതിൽ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥാക്കുന്നത്? ദ സർക്യൂട്ട് ഇൻ വിച്ച് ഔട്ട്പുട്ട് ഈസ് ഡിസൈഡഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് പ്രസൻറ്റ് ഇൻപുട്ട് ഈസ് കോൾഡ് കോമ്പിനേഷൻ സർക്യൂട്ട്. നമ്മൾ അതിലേക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, ഒരു സർക്യൂട്ടുണ്ട്, അതിലേക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന സർക്യൂട്ട്. പ്രസൻറ്റ് ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അങ്ങനത്തെ സർക്യൂട്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും,
അപ്പോൾ എല്ലാ സർക്യൂട്ടുകളും ഇതുപോലെയാണോ എന്നുള്ളത് അല്ല. അവിടെ സീക്വൻഷ്യൽ സർക്യൂട്ട് ഉണ്ട്, അടുത്ത മൊഡ്യൂൾ വരുന്നതാണ്. അവിടെ എന്തുണ്ടാവും, ഒരു ഫീഡ്ബാക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതിൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ടും എന്താണോ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് ആ പ്രീവിയസ് ഔട്ട്പുട്ടും അതുപോലെ പ്രസൻറ്റ് ഇൻപുട്ടും പ്രീവിയസ് ഔട്ട്പുട്ടും അത് രണ്ടും അതിൻ്റെ നിലവിലുള്ള ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും, ബാധിക്കും. അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ കോമ്പിനേഷനിലാണ്. അപ്പോൾ എന്താണോ നിലവിലുള്ളത് ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇനി അതിൽ വരുന്ന ഫസ്റ്റ് ഭാഗമാണ് ഹാഫ് ആഡർ. ഒരു ആഡർ എന്ന് പറയുമ്പം ആ പേര് തന്നെ ഉണ്ട്, ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ആഡർ. അപ്പോൾ ഇവിടെ ഹാഫ് ആഡർ എന്ന ടേം ഉപയോഗിക്കുന്നത് ഇവിടെ 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സർക്യൂട്ടുകളാണ് ഹാഫ് ആഡർ. A half adder is a logic circuit with 2 binary inputs and 2 binary outputs. നമ്മൾ ഇൻപുട്ടായിട്ട് 2 ബിറ്റുകൾ ആഡ് ചെയ്യാൻ കൊടുക്കുന്നു, റിസൾട്ടായിട്ട് 2 ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. ആ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് സമ്മാണ്, അടുത്ത ഔട്ട്പുട്ട് ക്യാരിയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് സമ്മ്. നമുക്ക് വരുന്ന ശിഷ്ടം വല്ലതുണ്ടെങ്കിൽ അതിനെ ഇവിടെ ക്യാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സർക്യൂട്ട് ഒരു എക്സ്ക്ലൂസീവ് ഓർ XOR കൂടാതെ ഒരു ആൻഡ് ഗേറ്റ്, ഈ 2 ഗേറ്റുകൾ ഉപയോഗിച്ച് ഒരു എക്സ്ക്ലൂസീവ് ഓർ അഥവാ XOR അതുപോലെ ഒരു ആൻഡ് ഗേറ്റ്, ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ഒരു ഹാഫ് ആഡർ. അപ്പോൾ അതിൻ്റെ ഹാഫ് ആഡറിൻ്റെ സിമ്പലാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്, തുടർന്ന് താഴെ അതിൻ്റെ സർക്യൂട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹാഫ് ആഡറിൻ്റെ സിമ്പലിൽ എയും ബിയും ഇൻപുട്ടായി കൊടുക്കുകയാണെങ്കിൽ എ ബി ബോത്ത് ആർ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് സം ആൻഡ് ക്യാരി ഔട്ട്. അപ്പോൾ 2 ഇൻപുട്ട് തുടർന്ന് അവ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് സമ്മ്, അവിടെ ശിഷ്ടം വല്ലതുമുണ്ടെങ്കിൽ അതിനെ ക്യാരി ഔട്ട് എന്ന രൂപത്തിലും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പല്. ഇനി സർക്യൂട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഒരു XOR ഗേറ്റും ഒരു ആൻഡ് ഗേറ്റുമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എയും ബിയും ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു XOR ഗേറ്റിലേക്കാണ് അതിൻ്റെ എയും ബിയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെ ഒരു ആൻഡ് ഗേറ്റിലേക്കും ഈ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ സമ്മാണ് ഫസ്റ്റ് ഇൻപുട്ട്. സം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് എയും ബിയും പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് സമ്മ്. അതിൻ്റെ ഷിഫ്റ്റാണ് ക്യാരി ഔട്ട്. അപ്പോൾ ഇവിടെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ സമ്മിൻ്റെ കേസിൽ അവിടെ സം ഈസ് ഈക്വൽ ടു എ XOR ബി എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് ലഭിക്കുക. എ XOR ബി വേണമെങ്കിൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ അഥവാ എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ രീതിയിലാണ് XOR ഗേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ സം ഔട്ട്പുട്ട്. ഇനി അതിൻ്റെ ക്യാരി ആണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ക്യാരി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ആൻഡ് ബി ആയിരിക്കും അതിൻ്റെ ക്യാരി ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഇനി നോക്കാം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ട്രൂത്ത് ടേബിളിൽ പറയുന്നത്. നോക്കാം. ഇൻപുട്ട് എയും ബിയും, ഔട്ട്പുട്ട് സം ഈസ് ഈക്വൽ ടു എ XOR ബി ആണ് പറഞ്ഞു കഴിഞ്ഞു. ക്യാരി എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി ആണ്. ഇവിടെ നോക്കാം ടേബിൾ അങ്ങനെ വരുന്നതെന്ന്. ഫസ്റ്റ് ആദ്യ 2 ഇൻപുട്ടുകളും എയും ബിയും 0 ആയി കഴിഞ്ഞാൽ, അഥവാ സ്വിച്ച് ലോലാണ്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമ്മ്, ഇവിടെ ഞാൻ സ്വിച്ച് എന്ന് ഉപയോഗിക്കാൻ കാരണം നമ്മൾ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് LED യിൽ സമ്മ് ക്യാരി എന്നുള്ള ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്
സ്വിച്ചായിട്ട് രണ്ട് ഇൻപുട്ടുകൾ എയും ബിയും കൊടുക്കുന്നു. അപ്പോൾ സ്വിച്ചിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുക പറയാറ്. അപ്പോൾ രണ്ടും 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഓഫിലാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു 0, അഥവാ എ പ്ലസ് ബി, എ എക്സോർ ബി ആണ്. അപ്പോൾ എ എക്സോർ ബി വരുമ്പോൾ 0 + 0 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സമ്മ് 0 ആണ്, ക്യാരിയും 0 ആണ്. ഇനി നോക്കുക, 0യും 1ഉം ആണെങ്കിൽ 0 + 1, 0ക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മിൻ്റെ കേസിൽ എക്സോർ ആയതുകൊണ്ട് നോക്കുക എക്സോറിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 0യും 1ഉം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ വ്യത്യസ്ത ഇൻപുട്ടുകൾ വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി ക്യാരി ആണെങ്കിൽ എ ഇൻറ്റു ബി ആണല്ലോ അതിൻ്റെ ടേം, നമ്മൾ സർക്യൂട്ടിൽ കണ്ടല്ലോ. അപ്പോൾ 0 എ ഇൻറ്റു ബി പറയുമ്പോൾ 0 ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, അത് 0 × 1 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നോക്കുക 1 0, എ 1ഉം ഇത് 0 ആണെങ്കിൽ സമ്മ് എക്സോറിൻ്റെ ഔട്ട്പുട്ട് ആകുമ്പോൾ സമ്മ് 1 ആയിട്ട് വരും. അവിടെ ക്യാരി എന്താണ്, വീണ്ടും 0 ആവും. ഇനി അവസാന കേസ് രണ്ടും 1 വരുമ്പോൾ സമ്മ് 0ലേക്കാണ് പോകുന്നത്. അഥവാ എക്സോറിലെ രണ്ട് ഇൻപുട്ടും സെയിം ആവുമ്പോൾ, രണ്ട് ഇൻപുട്ടും ഇവിടെ 0 0 സെയിം ആണ്, ഇവിടെ 1 1 സെയിം ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ആ സമയത്ത് ക്യാരി എന്താണ്, 1 ആണ്. കാരണം 1 + 1 എന്ന് പറഞ്ഞാൽ ശരിക്ക് ആഡ് ചെയ്യുമ്പോൾ 1 + 1 ഈസ് ഈക്വൽ ടു 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കേസിൽ പറയുകയാണെങ്കിൽ എ ഇൻറ്റു ബി ആണ്. അപ്പോൾ 1 × 1 ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നോക്കാം, ഇപ്പോൾ ഞാൻ ആ സർക്യൂട്ട് വെച്ചിട്ട് അതിൻ്റെ എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും ആണല്ലോ സമ്മും ക്യാരിയും അത് വെച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് പ്ലസ് ചെയ്ത് നോക്കാം, ആ രീതിയിൽ ചെയ്ത് നോക്കാം. കാരണം ഇത് ആഡർ ആണല്ലോ. അപ്പോൾ 0 0 ആണ്, 0 + 0 ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമ്മ് 0 ആണ്, അവിടെ ക്യാരി ഇല്ല. ഇനി 0യും 1ഉം ആണ്, 0യും 1ഉം ആകുമ്പോൾ 0 + 1 ഈസ് ഈക്വൽ ടു സമ്മ് 1. ആ സമയത്ത് ക്യാരി ഇല്ല, കാരണം 0 + 1 ആൻസർ സമ്മാണ്, 1 ആണ്, ക്യാരി ഇല്ല. ഇനി 1 + 0 എന്ന് പറയുമ്പോൾ അവിടെയും തന്നെ ആൻസർ 1 ആണ്, ക്യാരി ഇല്ല. ഇനി അവസാന കേസ് നോക്കാം, 1 + 1. 1 + 1 എന്ന് പറയുമ്പോൾ ഡിജിറ്റലിൽ 2 ആണ്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ 1 + 1 ഈസ് ഈക്വൽ ടു 2നെ 10 എന്ന് എഴുതാം. 10 എന്ന് പറയുമ്പോൾ ഈ വലതുവശത്തുള്ള സംഖ്യയാണ് നമ്മൾ സമ്മായിട്ട് എടുക്കുക. അപ്പോൾ സമ്മ് ഇവിടെ 0 ആണ്. ഇനി ഇത് അടുത്തൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനെ ക്യാരി ആയിട്ടും പരിഗണിക്കും. അപ്പോൾ ഇവിടെ ക്യാരി ഈസ് ഈക്വൽ ടു 1 ആണ്, അതാണ് ഇവിടെ ക്യാരി 1 ആയി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നുകിൽ സർക്യൂട്ടിലെ എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും കൺസിഡർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടെത്താം. അല്ലായെങ്കിൽ എയും ബിയും ആഡ് ചെയ്തിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ട്രൂത്ത് ടേബിളിലെ ബാക്കിയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ടെത്താൻ കഴിയും. ഇനിയുള്ളത് ഫുൾ ആഡറാണ്. ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ രണ്ട് ഹാഫ് ആഡർ കൂടി ചേർന്ന് ഉണ്ടാവുന്ന സർക്യൂട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, എ ഫുൾ ആഡർ ഇസ് എ ലോജിക് സർക്യൂട്ട് വിത്ത് 3 എന്നാണ്, വിത്ത് 3 ബൈനറി ഇൻപുട്ട്സ് ആൻഡ് 2 ബൈനറി ഔട്ട്പുട്ട്സ്. ഇവിടെ 2 ഇൻപുട്ടുകൾ ഉണ്ടാവും. ആ 2 ഇൻപുട്ടുകൾ അത് 3 ഇൻപുട്ടുകൾ, ആ 3 ഇൻപുട്ടുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് സമ്മും ക്യാരിയും ലഭിക്കുന്ന തരത്തിലുള്ള സർക്യൂട്ട്. ഇവിടെ 3 ബിറ്റുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. സമ്മും ക്യാരിയാണ് ഔട്ട്പുട്ട്. ഇത് ക്യാൻ ആഡ് 3 1-bit നമ്പേഴ്സ് ആണ്. ഇവിടെ 2 എന്ന കാണിച്ചിട്ടുള്ള 3 1-bit നമ്പേഴ്സ്, എ ആൻഡ് ബി ആൻഡ് ക്യാരി ഇൻ എന്ന് പറയുന്ന വേറെ ഇൻപുട്ട്. 3 ഇൻപുട്ടുകൾ ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണ് ഫുൾ ആഡർ ഉള്ളത്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 ഹാഫ് ആഡേഴ്സ്. 2 ഹാഫ് ആഡർ കൂടി ചേർന്നിട്ടാണ് ഒരു ഫുൾ ആഡർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം 2 ഹാഫ് ആഡർ കൂടി ചേർന്ന് എങ്ങനെയാണ് ഒരു ഫുൾ ആഡർ ഉള്ളതെന്ന് നോക്കാം.
ഇവിടെ ഒരു ഹാഫ് ഓർഡർ ഉണ്ട്, എയും ബിയും ഇൻപുട്ടാണ്. ആ ഹാഫ് ഓർഡറിൻ്റെ സമ്മ് ക്യാരി എന്നീ രണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. സമ്മ് ഇത് ക്യാരിയാണ്. ഇതിൻ്റെ സമ്മ് അടുത്ത ഹാഫ് ഓർഡറിൻ്റെ എ ആയിട്ടും നമ്മുടെ മൂന്നാമത്തെ ഇൻപുട്ടായ ഇത് സി ഇന്നാണ്, സി ഇൻ ക്യാരി ഇൻ്റെയും രണ്ടാമത്തെ ഹാഫ് ഓർഡറിൻ്റെ ബി ആയിട്ടും കൊടുക്കുന്നു. ഇനി ഫസ്റ്റ് ഹാഫ് ഓർഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് ഒരു ഓർ ഗേറ്റിലേക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യും. അതുപോലെ സെക്കൻഡ് ഹാഫ് ഓർഡറിൻ്റെ സമ്മ് ഡയറക്റ്റായിട്ട് സമ്മായിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. അതിൻ്റെ ക്യാരി ഈ ഓർ ഗേറ്റിലേക്ക് കൊടുത്തിട്ട് ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഫൈനൽ ക്യാരി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഹാഫ് ഓർഡർ വെച്ച് എങ്ങനെയാണ് ഒരു ഫുൾ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് രൂപമാണ് ഇവിടെ കാണിച്ചത്. നോക്കുക, ഇതാണ് അതിൻ്റെ സർക്യൂട്ട്, ഡയറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നോക്കാം, ഇവിടെ രണ്ട് എക്സോർ ഗേറ്റ് ഉണ്ട്, അതുപോലെ രണ്ട് ആൻഡ് ഗേറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഓർ ഗേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സോർ ഗേറ്റിലേക്ക് ഇവിടെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എ എക്സോർ ബി ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. തുടർന്ന് ഇവിടെ സി എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇൻപുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത എക്സോറിൻ്റെ ഒരു ഇൻപുട്ടായിട്ടും അതേസമയം തന്നെ ഇവിടെയും ഈ എ എക്സോർ ബി എന്നുള്ളത് അടുത്ത എക്സോറിൻ്റെ ഇൻപുട്ടായിട്ട്, അപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ ലഭിച്ചു. അതെന്ത് ചെയ്യുന്നു, സമ്മ് എന്ന പേരിൽ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സമ്മ് ഇസിക്കൽ ടു എ എക്സോർ ബി ഓൾറെഡി ഉണ്ടായിരുന്നു, അത് വീണ്ടും എന്ത് ചെയ്തു, ഒരു എക്സോറിലേക്ക് തന്നെ വീണ്ടും കൊടുത്തു. അപ്പോൾ എ എക്സോർ ബി വീണ്ടും എക്സോർ സി എന്നുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് എക്സോറാണുള്ളത്. അപ്പോൾ ആദ്യത്തെ എക്സോറിൻ്റെ ഇൻപുട്ട് എയും ബിയും ആണ്. ആ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എ എക്സോർ ബി ആണ്. ഓക്കെ, തുടർന്ന് സി എന്ന് പറഞ്ഞ അടുത്ത ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത എക്സോറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ എ എക്സോർ ബി എന്നുള്ള ഔട്ട്പുട്ട് അടുത്ത ഇൻപുട്ടായി കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് സമ്മാണ്. ആ സമ്മ് ഇസിക്കൽ ടു എ എക്സോർ ബി ഓൾറെഡി ഉണ്ട്, എ എക്സോർ ബി അതിനെ വീണ്ടും എക്സോർ ചെയ്യുന്നു. എന്തുകൊണ്ട്, ഈ സീന് കൊണ്ട് എ എക്സോർ ബി എക്സോർ സി എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ സമ്മിൻ്റെ. ഇനി എന്താണ് അവിടെ സി ഔട്ട്, രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം. ഇവിടെ എയും ബിയും കൊടുത്തു, നമുക്കിവിടെ എ എക്സോർ ബി നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് നേരെ ഇതിലേക്ക് എ എക്സോർ ബി രൂപത്തിൽ കൊടുക്കുന്നു. ഇനി എ എക്സോർ ബി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സീനുണ്ട്, അതാണ് അടുത്ത ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് സീന്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് സി ഇൻ ഇൻറ്റു അല്ലെങ്കിൽ ഡോട്ട് എ എക്സോർ ബി എന്ന് ലഭിക്കുന്നു. ഇനി അതുപോലെ തന്നെ അടുത്ത ആൻഡ് ഗേറ്റിൽ ഇവിടെ എയും ബിയും ആണ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എ ഡോട്ട് ബി എന്ന രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന എ ഓർ ബി, ഇത് ഓർ ഗേറ്റ് ആണല്ലോ ഫൈനലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത് സി ഔട്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന എ ഡോട്ട് ബി ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് എ എക്സോർ ബി ഇൻറ്റു സീൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എ എക്സോർ ബി ഇൻറ്റു സി ഇൻ പ്ലസ് എ ഡോട്ട് ബി എന്നുള്ള ഒരു ഔട്ട്പുട്ടായിട്ട് സീനായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഫുൾ ഓർഡറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, അഥവാ സി ഔട്ട് എന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്.
ഇനി ഇതിൻ്റെ ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. ഫുൾ ആഡർ ആകുമ്പോൾ 3 ഇൻപുട്ടുകൾ ഉണ്ടാവും. 0 0 0. ഇത് നമുക്ക് ഇപ്പോൾ കാണിച്ച സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്കും ബിക്കും സിക്കും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഇനി അതല്ല ഡയറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ബിറ്റുകളാണ്. 0 + 0 + 0 = സമ്മ് 0 ആണ്, ക്യാരി 0 ആണ്. ഇനി 0 + 0 + 1 ആണ്. അങ്ങനെ വരുമ്പോൾ 0 + 0 ആദ്യം ചെയ്യുന്നു, 0 ആൻസറാണ്. എനിക്ക് 1ൽ കൂട്ടിക്കഴിഞ്ഞാൽ സമ്മ് 1 ആണ്, അവിടെ ക്യാരി ഇല്ല. ഇനി 0 + 1 + 0 ആണെങ്കിൽ അപ്പോഴും 1 സമ്മ് കിട്ടും, ക്യാരി ഇല്ല. ഇനി 0 + 1 + 1 2 1 വരുന്നുണ്ട്. അപ്പോൾ 1 + 1 വന്നു കഴിഞ്ഞാൽ ആൻസർ 2 ആണ്. 2 ആവുമ്പോൾ 2നെ 10 എന്ന് എഴുതുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ 0 നമ്മൾ സമ്മായിട്ടും 1 ക്യാരി ആയിട്ടും എഴുതുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് 1 0 0 ആകുമ്പോൾ ആൻസർ സമ്മ് 1 തന്നെയാണ്, അവിടെ ക്യാരി ഇല്ല. കാരണം 1 + 0 + 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. ഇനി 1 + 0 + 1 എന്ന് പറയുമ്പോൾ ഇവിടെ 2 1കൾ വരുമ്പോൾ വീണ്ടും ആൻസർ 10 എന്ന് വരുന്നു. കാരണം 2 ആണല്ലോ ഡിജിറ്റൽ ഇതിന് പറയാം. അപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, സമ്മായിട്ടും ഇത് ക്യാരി ആയിട്ടും എഴുതുന്നു. ഇനി 1 1 0 1 + 1 = 0 ആണ്, 10 ആണ്. അതിലേക്ക് 0 കൂട്ടി കഴിഞ്ഞാൽ മാറ്റമില്ല. അപ്പോൾ എന്ത് വരുന്നു, സമ്മ് 0യും ക്യാരി 1 ആയിട്ട് അവിടെ ആൻസർ നമുക്ക് ലഭിക്കുന്നു. ഇനി ഫൈനൽ 1 1 1 ആണ്. 1 1 1 എന്ന് പറയുമ്പോൾ ആൻസർ 3 ആണ്. 3 മീൻസ് 1 1 ആണ്. ആ സമയത്ത് സമ്മും 1 ആണ്, അതുപോലെ ക്യാരിയും 1 ആണ്, ക്യാരിതായ 1 ആണ്. ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ മുകളിൽ ആദ്യം കാണിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് എൻ്റെയും ബിയുടെയും അതുപോലെ സീനിൻ്റെയും വാല്യൂസ് ആ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ ലഭിക്കും. അതല്ല ഡയറക്റ്റായിട്ട് ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ടേബിൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഒരിക്കലും ബൈ ഹാർട്ടായി പഠിക്കേണ്ടതല്ല. ഈ രീതിയിൽ ആഡ് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് ലഭിക്കേണ്ട ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ഓക്കെ. നെക്സ്റ്റ് ഹാഫ് സബ്സ്ട്രാക്ടറാണ്. ആഡറിനെ പോലെ 2 ബിറ്റുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യാനുള്ള സർക്യൂട്ടുകളാണ് ഹാഫ് സബ്ട്രാക്ടർ. അപ്പോൾ ഇവിടെ 2 ബൈനറി ഇൻപുട്ടുകളും 2 ഔട്ട്പുട്ടുകളും ഉണ്ടാവും. ഔട്ട്പുട്ടിന് ഡിഫറൻസ്, ബോറോ എന്നീ 2 പേരിൽ അറിയപ്പെടുന്നു. ഈ സർക്യൂട്ടിൽ ഒരു XOR, ഒരു നോട്ട് ഗേറ്റും നേരത്തെ പോലെ ഒരു ആൻഡ് ഗേറ്റും. അപ്പോൾ ഒരു ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആർഡറിൽ നിന്ന് ഒരു എക്സ്ട്രാ നോട്ട് ഗേറ്റും കൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ടേബിൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ സിമ്പലാണത്. അതിൻ്റെ ഹാഫ് ആർഡറിൻ്റെ സബ്ട്രാക്ടറിൻ്റെ സിമ്പൽ എയും ബിയും ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിഫറൻസ്, അതുപോലെ ഔട്ട്പുട്ട് ബോറോ ഔട്ട് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സർക്യൂട്ടാണ് ഒരു XOR ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ്. ഇവിടെ സബ്ട്രാക്റ്റാണ് ചെയ്യുന്നത്. നോക്കുക, ടേബിൾ കാണിച്ചിട്ടുള്ള 0 0 എയും ബിയും 0 വരുമ്പോൾ A - 0 ആണ്. 0ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 0 ആണ്, അവിടെ ബോറോ ഇല്ല. ബോറോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡെസിമൽ സംഖ്യയിൽ നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുമ്പോൾ നമ്മൾ കടമെടുക്കുക എന്നുള്ള ടേം ഉപയോഗിക്കും. അതുപോലെ ഇവിടെ ചെറിയ ഡീറ്റെയിൽ നിന്ന് അഥവാ 0ൽ നിന്ന് 1 ഒക്കെ കുറയ്ക്കേണ്ട അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യേണ്ട സമയം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ അവിടെ നമ്മൾ ബോറോ എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ നോക്കുക, അടുത്ത് A B ആണ്. 0 നിന്ന് B മൈനസ് ചെയ്യണം. 0 - 1 എന്ന് പറയുമ്പോൾ 0ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. ആ സമയത്ത് നോക്കുക, 0 - 1 0 ഒന്നും പോകില്ല. അപ്പോൾ ഒരു അസംഷനാണ്, നമ്മളൊരു 1 എന്നുള്ളത് ബോറോ എടുത്തു. ബോറോ എടുത്തു കഴിഞ്ഞാൽ ബോറോൻ്റെ അടുത്ത് നമ്മൾ 1 എഴുതി കൊടുത്തു. ഈ ബോറോ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായി, ഈ ടേം എന്നുള്ളത് 10 എന്നുള്ള ടേമായി മാറി. കാരണം 0ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 എന്നുള്ളത് നമ്മൾ ബോറോ എടുക്കുന്നു. ബോറോ എടുത്തു കഴിഞ്ഞാൽ ബോറോൻ്റെ ഭാഗം 1 എഴുതി കൊടുത്തു. ഇനി നോക്കുക, ബോറോ എടുത്തു കഴിഞ്ഞാൽ എന്തായി, 10 ആയി. 10 മീൻസ് 2 ആണ്. 2 - 1 = 1 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറും തന്നെയാണ് 1 തന്നെയാണ്. അപ്പോഴാണ് നോക്കുക 0 0 1 വരുമ്പോൾ 1 1 വരുന്നത്.
ഇനി 1 0 എന്ന് പറയുമ്പോൾ 1 മൈനസ് 0 ആണ്. 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് 1 തന്നെയാണ്, അവിടെ ബോറോൻ്റെ ആവശ്യമില്ല. ഇനി 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് 0, ബോറോ 0. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം എന്താണ് വരുന്നതെന്ന്. ഇവിടെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ XOR ഗേറ്റ് ആണ്. എന്തായിരുന്നോ ആഡർ ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. ഡി ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ XOR ബി. ഇവിടെ എ മൈനസ് ബി എന്ന് കാണിക്കാൻ അതിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എയിൽ നിന്ന് ബി മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അവിടെ എഴുതേണ്ടത് എന്നാണ് കാണിച്ചത്. അതിൻ്റെ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു എ XOR ബി ആണ്. ടേബിളിൽ നോക്കി മനസ്സിലാവും 0 0 എന്നപ്പം ഡിഫറൻസ് XOR ആണ്, 0 തന്നെയാണ്. അതുപോലെ 1 1 വന്നപ്പോഴും എന്താണ് 0 തന്നെയാണ്. അപ്പോൾ ആ രീതി നോക്കിയാൽ മതി. ഇവിടെ XOR ഗേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ബോറോ ഔട്ടിലേക്ക് പോകുന്നത് ഒരു നോട്ട് ഗേറ്റ് മുഖേനയാണ് ഒരു ഇൻപുട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എ ഇവിടെ എത്തുമ്പോൾ എ ബാർ ആവും, ബി ഡയറക്റ്റാണ്, അപ്പോൾ ബി. അപ്പോൾ അത് ഫൈനൽ ഔട്ട്പുട്ട് എ ബാർ ഡോട്ട് ബി എന്നുള്ള ടേമാണ് വരുന്നത്. ഇക്വൽ ടു ബോറോ ഇൻ അല്ല ബോറോ ഔട്ട്, അല്ലെങ്കിൽ ബോറോ ഇക്വൽ ടു എ ഡോട്ട് ഇൻറ്റു എ ബാർ ഇൻറ്റു ബി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലഭിക്കുന്നു. ഇനി ഫുൾ സബ്ട്രാക്ടറാണ്. എന്താണ് ഫുൾ സബ്ട്രാക്ടർ? ഇതെന്ന് പറയുമ്പോൾ ഫുൾ ആഡറിനെ പോലെ തന്നെ 3 ബിറ്റുകളുടെ ഓപ്പറേഷൻ അവിടെ നടക്കുക. 3 ബിറ്റുകൾ തമ്മിലുള്ള സബ്ട്രാക്ഷൻ നടക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ 3 ബിറ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഫുൾ സബ്ട്രാക്ടർ. ഇവിടെ ഡിഫറൻസ് ബോറോ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. എ ബി അതുപോലെ ബോറോ ഇൻ, ബി എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ബോറോ ഇൻ എന്താണ് നമ്മുടെ ഇൻപുട്ടാണ്. ഇവിടെ 2 ഹാഫ് സബ്ട്രാക്ടേഴ്സ് കൂടി ചേർന്നാൽ എന്ത് കിട്ടും, നമുക്കൊരു ഫുൾ സബ്ട്രാക്ടർ നമുക്ക് ലഭിക്കും. അതിൻ്റെ രൂപമാണ് കാണിച്ചിട്ടുള്ളത്. 2 ഹാഫ് സബ്ട്രാക്ടർ കൂടി ചേർന്നാൽ കിട്ടുന്ന ഇതൊരു ഹാഫ് സബ്ട്രാക്ടർ. ഇത് നെക്സ്റ്റാണ്. ആദ്യത്തിൻ്റെ ഡിഫറൻസ് രണ്ടാമത്തെ സബ്ട്രാക്ടറിൻ്റെ എ ആയിട്ട് കൊടുക്കുന്നു, ഫസ്റ്റ് ഇൻപുട്ടായിട്ട്. അവിടെ മൂന്നാമത്തെ ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് രണ്ടാമത്തെ സബ്ട്രാക്ടറിൻ്റെ ഇൻപുട്ടായി കൊടുക്കുന്നു. ഫസ്റ്റ് സബ്ട്രാക്ടറിൻ്റെ ബോറോ എന്നുള്ള ഔട്ട്പുട്ട് അത് ഒരു ഓർ വഴി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക്. തുടർന്ന് രണ്ടാമത്തെ സബ്ട്രാക്ടറിൻ്റെ ഡിഫറൻസ് ഫൈനൽ ഡിഫറൻസ് ആയിട്ടും ഇതിൻ്റെ ഓർ ഗേറ്റ് വഴി ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഹാഫ് സബ്ട്രാക്ടർ കൂടി ചേർന്നാൽ എങ്ങനെയാണ് ഒരു ഫുൾ സബ്ട്രാക്ടർ ലഭിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഹാഫ് ആഡറിൻ്റെ, അതുപോലെ ഫുൾ ആഡറിൻ്റെ കേസിൽ കാണിച്ച 2 ഹാഫ് ആഡേഴ്സ് കൂടി ചേർന്നാൽ ഒരു ഫുൾ ആഡർ കിട്ടുന്നത് പോലെ തന്നെ 2 ഹാഫ് സബ്ട്രാക്ടർ കൂടി ചേർന്നാൽ ഒരു ഫുൾ സബ്ട്രാക്ടർ ലഭിക്കുന്നു. ഇനി അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഫുൾ സബ്ട്രാക്ടറിൻ്റെ ടേബിളാണ്. ഇവിടെ 3 ഇൻപുട്ടുകളാണുള്ളത്. അതിൻ്റെ സർക്യൂട്ട് ഞാൻ കാണിക്കാം. അതിന് മുമ്പായി ടേബിൾ നമുക്ക് നോക്കാം. 0 0 0 0ന്ന് 0 മൈനസ് ചെയ്യും, വീണ്ടും 0 മൈനസ് ചെയ്യും. ഡിഫറൻസ് 0 ആണ്, ബോറോ ഇല്ല. 0 0 1 0ൽ നിന്ന് 0 മൈനസ് ചെയ്യും, ആൻസർ 0 കിട്ടും. ആ 0ൽ നിന്ന് പിന്നെ നമുക്ക് 1 ആണ് മൈനസ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ 0 മൈനസ് 1 പോവില്ല. നേരത്തെ നമ്മൾ നോക്കിയല്ലോ, 0ന്ന് മൈനസ് 1 ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ഒന്ന് ബോറോ എടുക്കണം. ആ ബോറോയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ബോറോ എടുത്തു കഴിഞ്ഞാൽ ഇത് 10 ആയി മാറി. 10 മൈനസ് 1 ഈസ് ഈക്വൽ ടു ആൻസർ 1 ആണ്. അപ്പോൾ ആൻസർ എന്താണ്, 1 ആണ്. ആ രീതിയിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്.
നോക്കാം 0 1 0. അപ്പോൾ എന്താണ് 0 എന്ന് 1 പോകാത്തതുകൊണ്ട് ഇതേ ഔട്ട്പുട്ട് നമുക്കിവിടെ ലഭിക്കുന്നു. 1 1. ചുരുക്കത്തിൽ 0യിൽ നിന്ന് 1 വരുന്ന ടൈമിൽ എന്ത് ചെയ്യും, ബോറോയും ഡിഫറൻസും എന്ത് ചെയ്യും, നമുക്ക് 1 ലഭിക്കുന്നു. അടുത്ത ടൈം നോക്കാം. 0യിൽ നിന്ന് 1 പോവും, പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബോറോ എടുക്കും. അപ്പോൾ ആൻസർ 1 ഉണ്ടാവും. ആ 1ൽ നിന്ന് വീണ്ടും ഒരു 1 കൂടെ എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫൈനൽ ഡിഫറൻസ് 0 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി 1 0 0ൽ 1 നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് 1 തന്നെയാണ്, ബോറോ ഇല്ല. ഇവിടെ 1 0 1ൽ നമുക്ക് ആൻസർ 0 ലഭിക്കുന്നു. 1 1 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടി. 0ൽ നിന്ന് 0 വെച്ചാൽ വീണ്ടും 0 ആണ്. 1 1 1 ഈ ടൈമിൽ നോക്കുക, ഡിഫറൻസും ബോറോയും 1 ആണ്. എങ്ങനെ വന്നു, 1 - 1 = 0. ആ 0ൽ നിന്ന് എന്ത് ചെയ്യണം, ഫൈനലായിട്ടുള്ള ഈ 1 മൈനസ് ചെയ്യണം. 0 - 1 = 1. ബോറോ എടുത്തു. ബോറോ എടുത്തു കഴിഞ്ഞാൽ ആൻസർ 1 0 ആയി. 1 0 ആൻസർ 1, ബോറോ 1. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ടേബിൾ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ഫുൾ ആഡർ, അതിൻ്റെ ആൻഡ് ഗേറ്റിലേക്ക് രണ്ട് രീതിയിൽ ഇൻപുട്ടുകൾ വരുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ഒരു ഗേറ്റിൽ എന്ത് ചെയ്യാം, ഒരു ലെഗിൽ ഒരു നോട്ട് ഗേറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുക, അതുപോലെ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്യുക. ഈ സർക്യൂട്ട് ഫുൾ ആഡറായിട്ട് മാറുന്നു, ഫുൾ സബ്ട്രാക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്തായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്, അതിൻ്റെ കൂടെ നോക്കാം. നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ A XOR B ആയിരുന്നു. ഓക്കെ, തുടർന്ന് ഇവിടെ സീൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ A XOR B XOR C, ഇവിടെ സീനാണ്. ഈ കേസിൽ ഇത് B ആയിരിക്കും, ബോറോ ഇന്നായിരിക്കും. B ഇന്ന് നമുക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ടേംസ് വ്യത്യാസമില്ല. എന്താണോ ഫുൾ ആഡറിനുണ്ടായിരുന്നത് അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഫുൾ സബ്ട്രാക്ടറിന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ സീനിന് പകരം നമ്മൾ ബിന് ബോറോയിന് ഉപയോഗിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇനി അടുത്ത ലൈനിൽ നോക്കാം. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, ഇവിടെ നോട്ട് ഗേറ്റ് ഉണ്ട്. ഇവിടെ സീന് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ സീന് നോട്ട് ഗേറ്റിലൂടെ കടന്നു വരുന്നുണ്ട്. സീൻ ബാറാണ് ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ A XOR B XOR B ഇന്നാണ്. ഇവിടെയും സീനിന് പകരം നമുക്ക് വേണ്ടത് B ഇന്നാണ് ഉപയോഗിക്കേണ്ടത്, ബോറോ ഇൻ. ഇത് ആഡറിൻ്റെ ഫുൾ ആഡറിൻ്റെ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ടറിൻ്റെ കേസിൽ ഈ സീനിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബിന്ന് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ ഇൻപുട്ടിലെ മാറ്റം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന A, ഇവിടെ എത്തുമ്പോൾ A ബാർ, ഇവിടെ B ആണ്. അപ്പോൾ A ബാർ ഇൻറ്റു B എന്ന് ലഭിക്കുന്നു. അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് P ഔട്ടാണ്. B out is equal to ഇവിടെ ലഭിച്ചിരിക്കുന്ന, മുമ്പിൽ നമ്മൾ എഴുതിയല്ലോ, ലഭിച്ചിരിക്കുന്ന A XOR B ഇൻറ്റു B ഇൻ ഡാഷ് ആയിരുന്നു. അതേ പ്ലസ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന A ബാർ ഇൻറ്റു B എന്നുള്ള ടേമാണ് നമുക്ക് ഇവിടുത്തെ എക്സ്പ്രഷനായി ലഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഫുൾ സബ്ട്രാക്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ സീനിന് പകരം B ഇന്നാണ് ഉപയോഗിക്കേണ്ടത്, ബോറോ എന്ന പേരിൽ. അതുപോലെ ഈ രണ്ട് ആൻഡ് ഗേറ്റിൻ്റെയും ഓരോ ലെഗിൽ, ഫസ്റ്റ് ലെഗിൽ ഓരോ നോട്ട് ഗേറ്റ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ആ രീതിയിലാണ് ഫുൾ സബ്ട്രാക്ടർ ക്രമീകരിച്ചിരിക്കുന്നത്.